ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഈഗിൾ ലേണിംഗ്. ദിസ് ഇസ് മീ അസ്ലം. സോ മക്കളെ, നമ്മുടെ 10ാം ക്ലാസ് ഓണം എക്സാം വന്നു. സോ മാത്സിൽ തന്നെ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം ഡിഗ്രി സമവാക്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഓണം എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്നും അങ്ങനെ വല്ലാതെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഉണ്ടെന്ന് മാത്രമല്ല, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്താക്കുക, കൃത്യമായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചിരിക്കണം. അതിനുവേണ്ടി ഞാൻ വളരെ ചുരുങ്ങിയ ക്വസ്റ്റ്യൻ കൊണ്ട് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ നിങ്ങൾ എന്താക്കുക, മുഴുവനായിട്ട് കാണുക. അതേപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഞാൻ വേഗം എന്താക്കാം, നമ്മൾ പഠിക്കേണ്ട ക്വസ്റ്റ്യനിലേക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, വേർഡ് പ്രോബ്ലം വരുന്ന ചാപ്റ്റർ ആണ്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? 8ന്റെ അടുത്തടുത്ത 2 ഗുണിതങ്ങളുടെ ഗുണനഫലം 384 ആണ്. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ഈസ് 384. അങ്ങനെ പറഞ്ഞാൽ എന്താ, തൊട്ടടുത്ത് വരുന്ന 8 ഗുണിതങ്ങൾ 16, 24, 24, 32 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ. അതിൽ തൊട്ടടുത്ത് വരുന്ന ഏതെങ്കിലും 8ന്റെ 2 ഗുണിതങ്ങളുടെ, ഇപ്പോൾ 16 ഫോർ എക്സാമ്പിൾ പറയുകയാണ്, 16 × 24 ചെയ്താൽ 384 കിട്ടും. അങ്ങനെ എന്തെങ്കിലും വരുന്ന അങ്ങനെ 2 നമ്പേഴ്സ്, അങ്ങനെ 2 നമ്പേഴ്സിനെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഇവിടെ. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് നോക്കാം. ആദ്യ ഗുണിതം എക്സ് ആയാൽ അടുത്ത ഗുണിതം ഏത്? അപ്പോൾ നമ്മൾ പറഞ്ഞു 16, 24 അങ്ങനെ തൊട്ടടുത്ത് വരുന്ന 8ന്റെ ഗുണിതമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ നമ്പർ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ 8ന്റെ ഗുണിതം ഏതായിരിക്കും വരിക? എക്സ് പ്ലസ് 8 ആയിരിക്കും. അതിനോട് 8 കൂട്ടിയാൽ മതി. സോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ എന്താക്കുന്നു, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഗുണിതം എക്സ് എടുത്താൽ രണ്ടാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 8 ആണ്. ഒരു മാർക്കായി കഴിഞ്ഞു കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദ 2 മൾട്ടിപ്പിൾസ്. സംഖ്യകൾ കണ്ടെത്തുക എന്ന് പറയുന്നുണ്ട്. ഈ 2 സംഖ്യകൾ നമ്മൾ എന്താക്കണം, കണ്ടെത്തുകയാണ് ഇനി വേണ്ടത്. അതിനുവേണ്ടി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കൃത്യമായി മനസ്സിലാക്കിയാൽ മതി. 8ന്റെ അടുത്തടുത്ത 2 ഗുണിതങ്ങളുടെ ഗുണനഫലം 384. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ഈസ് 384, വിച്ച് മീൻസ് എക്സും അതേപോലെ തന്നെ എക്സ് പ്ലസ് 8ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 384 കിട്ടുമെന്നാണ് അതിന്റെ മീനിങ്. വളരെ സിമ്പിൾ ആണല്ലോ. ഇനി നമുക്ക് എന്താക്കാം, ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ x × x × 8 ചെയ്യുന്നു. സോ x × x എന്ന് പറഞ്ഞാൽ x² ആണ്. x × 8 എന്ന് പറഞ്ഞാൽ 8x ആണ്, ഈക്വൽ ടു 384. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഒരുപാട് കാര്യങ്ങൾ സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യാനൊക്കെ പഠിച്ചതാണ്. ഞാൻ 3 മെത്തേഡ്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ക്വസ്റ്റ്യൻസിൽ 3 മെത്തേഡ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്താക്കുക, ആ മെത്തേഡ്സ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആണ്. അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന എക്സ് ആണ് ഇവിടെ താരം. അതായത് വെറും x² അല്ല, എക്സ് ആണ് താരം. x² മുമ്പിൽ വരുന്ന ഈ വാല്യൂ ഈവൻ ആണ്, ഇരട്ട സംഖ്യ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എടുക്കാം. ഒറ്റ സംഖ്യ ആണെങ്കിൽ പറ്റും, പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്താക്കി, ഇരട്ട സംഖ്യ ആയതുകൊണ്ട് വർഗ്ഗത്തികവ് അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് നമ്മൾ എന്താക്കാൻ യൂസ് ചെയ്യാൻ പോവാണ്. അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് ഈ 8ന്റെ നേരെ പകുതി എടുക്കുക. പകുതി എടുത്തിട്ട് അതിൻ്റെ സ്ക്വയറിനെ, അതിൻ്റെ വർഗ്ഗത്തെ 2 സൈഡിൽ നമ്മൾ എന്താക്കുന്നു, ആഡ് ചെയ്യുന്നു. 8ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ, 4 ആണ്. 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. അതിന് നമ്മൾ എന്താക്കുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ x² പ്ലസ് 8x പ്ലസ് 4ന്റെ സ്ക്വയർ 16 ആണ്. സോ 16 is equal to 384 പ്ലസ് 16. ഇപ്പോൾ തന്നെ ഒരു സമാധാനം വരുന്നുണ്ടാവും. നമുക്കറിയാവുന്ന ഏതോ ഒരു നമ്പറിലേക്കാണ് പോകുന്നല്ലേ. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ ഇതാ ഇങ്ങനെ കാണുന്നുണ്ട്. ഇയാളെ നമ്മൾ സ്ക്വയർ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഏതിൻ്റെ സ്ക്വയറാണ് വരിക എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ട് സ്ക്വയർ എടുക്കാം. എന്നിട്ട് ഫസ്റ്റ് നമ്പർ എന്തായാലും ഇയാളായിരിക്കും, എക്സ് ആയിരിക്കും വരിക. a+b² ഫോം ആട്ടത്, അതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. സോ എക്സ് എഴുതി. ഇനി ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് മനസ്സിലാക്കാൻ എഗെയിൻ ഈ 8x അല്ലെങ്കിൽ എക്സ് വരുന്ന ആളെ നോക്കാം. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ്, ഇനി ഇവിടെ മൈനസ് ആണെങ്കിലോ ഇവിടെ മൈനസ് ആയിരിക്കും വരിക. സോ അവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ 8ന്റെ പകുതി എടുക്കാം, അല്ലെങ്കിൽ ഈ 16ന്റെ റൂട്ട് എടുക്കാം. രണ്ടും എന്താണ്, 4 ആണ് വരിക. സോ x+4² is equal to 384 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 400 ആണ്. ഇനി നമ്മൾ എന്താക്കുന്നു, സ്ക്വയർ എടുക്കുന്നു 2 സൈഡും. അപ്പോൾ എന്തായിട്ട് മാറി, x+4 is equal to പ്ലസ് ഓർ മൈനസ് കൊടുക്കണം, റൂട്ട് 400 എന്ന് വന്നു. എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ എന്ത് കിട്ടി, x+4 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 400 എന്ന് പറഞ്ഞാൽ 20 ആണ്. എക്സിന് 2 വാല്യൂസ് ഉണ്ടാവും. ആ 2 വാല്യൂസ് കണ്ടെത്താൻ ഒന്നാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ x+4 is equal to 20 ഓർ രണ്ടാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ x+4 is equal to -20. x+4 20 ആണെങ്കിൽ +4 ഇങ്ങോട്ട് വന്നാൽ -4 ആയിട്ട് മാറും. 20 - 4 എന്താണ്, 16 ആണ്. x is equal to 16. ഒരു വാല്യൂ കിട്ടി.
ഓർ എക്സിന് രണ്ടാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എഗെയിൻ +4 ഇങ്ങോട്ട് പോയാൽ -4 ആയിട്ട് മാറും. സോ -20 -4 എന്താണ് -24 ആണ്. സോ എക്സ് ഈക്വൽ ടു എഗെയിൻ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു -24 എന്ന് കിട്ടി. സോ എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ട്. ഇവിടെ രണ്ട് ഉത്തരങ്ങളുണ്ട്. എന്താണ്? രണ്ട് ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തെ ഉത്തരം x16 ആകുമ്പോൾ രണ്ടാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ x+8 ആണ്. സോ x+8 is equal to 16 + 8 is equal to 24. അപ്പോൾ x16 ആകുമ്പോൾ x+8 എന്തായിട്ട് മാറും? 24 ആയിട്ട് മാറും. രണ്ട് നമ്പേഴ്സ് 16ഉം 24ഉം രണ്ട് നമ്പേഴ്സ് ഏതാ കിട്ടി? 16 24 കിട്ടി. ഇനി രണ്ടാമത്തെ ഉത്തരത്തിൽ ഏതാണ് വരുന്നത്? x-24 ആണ്. അങ്ങനെയാണെങ്കിൽ x+8 is equal to -24 +8 ആയിട്ട് മാറുന്നു. ഈ എക്സിന് പകരം എന്ത് കൊടുത്തു? -24 കൊടുത്തു +8 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? -16. രണ്ടാമത്തെ ഉത്തരം എന്താണ്? -24ഉം -16ഉം. ഇനി നിങ്ങൾ ഈ രണ്ട് നമ്പേഴ്സും, അതായത് ഈ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്താലും ഈ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്താലും 384 തന്നെയാണ് ആൻസർ വരിക. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താക്കേണ്ടത്? ആൻസർ കണ്ടെത്തേണ്ടത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്താൽ എന്തായാലും ആൻസർ കിട്ടും. അതേപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ ഈസ് 42. ഒരു സംഖ്യയുടെയും അതിന്റെ വർഗത്തിന്റെയും തുക 42 ആണ്. ഒരു സംഖ്യയുണ്ട്, അതിന്റെ വർഗമുണ്ട്. അപ്പോൾ പിന്നെ പറയുന്നത് എന്താണ്? റൈറ്റ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബൈ ടേക്കിംഗ് എക്സ് ആസ് ദ നമ്പർ. സംഖ്യ എക്സ് ആയാൽ ഒരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കുക. കൊള്ളാവുന്ന പരിപാടിയാണ്. സോ മക്കളെ, നമ്മളോട് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താക്കാം? സെറ്റാക്കാം. ദ സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ. ഒരു സംഖ്യ എക്സ് ആണ്, അതിന്റെ സ്ക്വയറും അത് രണ്ടും ആഡ് ചെയ്താൽ, അതിന്റെ വർഗം അത് രണ്ടും ആഡ് ചെയ്താൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞത്? 42 കിട്ടുമെന്നാണ് പറയുന്നത്. സോ സംഖ്യ കണ്ടുപിടിക്കണം, നമ്പർ കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ എന്താക്കുന്നു? ഈ ഒരു ഇക്വേഷനിൽ പറഞ്ഞതേപോലെ, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതേപോലെ ഇതൊന്നു സംഖ്യ എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ വർഗം എന്താ വരിക? x² ആണ്. ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്താ വരിക? അത് 42 ആണ് വരിക. ഇതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? അതിന്റെ സമവാക്യം രൂപീകരിക്കാനാണ്. അത് രൂപീകരിച്ച് ചെയ്തു. സോ എ ക്വസ്റ്റ്യനായി ഒരു മാർക്കായി കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ നമ്പേഴ്സ് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. സംഖ്യ കണ്ടുപിടിക്കുക എന്ന് പറയുന്നുണ്ട്. സോ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കുന്നു? എഗെയിൻ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ നോക്കുകയാണ്. x² + x = 42. അപ്പം നിങ്ങളിവിടെ നോക്കിക്കേ, ഇവിടെ നമ്മളെ എക്സിന് മുമ്പിൽ വരുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്കിവിടെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്താൽ ഒരു സുഖം ഉണ്ടാവുമോ? കാരണം സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഹാഫ് എടുത്ത് അതിന് സ്ക്വയർ കൊടുത്ത് പിന്നെ ഫ്രാക്ഷനൊക്കെ ആയി ഭിന്നസംഖ്യ ഒരുപാട് പണിയായിട്ട് മാറും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സിന് മുമ്പിൽ വരുന്ന ഈ കോയിഫിഷ്യന്റ് അല്ലെങ്കിൽ ഗുണോത്തരം എന്ന് പറയും. അത് ഈ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏറ്റവും നല്ല മെത്തേഡ്, റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഫോർമുലയാണ്. എന്താ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറഞ്ഞാൽ? ക്വാഡ്രാറ്റിക് ഫോർമുല ഒന്നുമില്ലടാ. x = -b ± √b² - 4ac/2a എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ആണ്. വളരെ സിമ്പിൾ ആണ്. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ ഈ ABC എന്താണ്? ABC മനസ്സിലാക്കാൻ ഞാനിതാ ഒരു കാര്യം കൂടി ഇതുവരാണ്. നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. ax² സ്റ്റാൻഡേർഡ് ഫോമിന്റെ ജനറൽ ഫോമാണ് ax² bx + c = 0. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ കാണുന്ന ഈ ഇക്വേഷനും ഇതും ഇപ്പം കമ്പയർ ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ഇയാളെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റണം. അതിനുവേണ്ടി റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഈ കോൺസ്റ്റന്റിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ x² + x 42 ഇങ്ങോട്ട് വന്നാൽ -42 = 0 ആയിട്ട് മാറി. ഇനി നിങ്ങൾ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് മാറി. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കിട്ടും. എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ x² മുമ്പിൽ വരുന്ന വാല്യൂ ആണ്. ഇവിടെ x² മുമ്പിൽ വരുന്ന വാല്യൂ എന്താണ്? 1 ആണ്. സോ a = 1. സോ സിമ്പിൾ. ഇനി അതേപോലെ ബിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സിന് മുമ്പിൽ വരുന്ന വാല്യൂ ആണെന്ന് ബി എന്ന് പറയുന്ന ആൾ. സോ ഇവിടെ എക്സിന് മുമ്പിൽ വരുന്ന വാല്യൂ എന്താണ്? അതും 1 ആണ്. സോ b = അതും 1. ഇനി അതേപോലെ സീൻ്റെ വാല്യൂ ആണ്. സീൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അതെന്താ വരുന്നത്? -42 ആണ്. എന്താണ്? -42. c = -42. എല്ലാവരും കിട്ടി. എക്സ് കണ്ടെത്തി കൂടെ? സുഖമായിട്ട് കണ്ടെത്താൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലും ഈ ക്വാഡ്രാറ്റിക് ഫോർമുല ഇതേപോലെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തുകൊണ്ടും ആൻസർ കണ്ടെത്താൻ പറ്റും. പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് സ്ക്വയർ കംപ്ലീഷൻ ആണ്. സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പറ്റാത്തത് മാത്രം എന്താക്കിയാൽ മതി? ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്താൽ മതി. ഇനി മക്കളെ x കണ്ടെത്താൻ വേണ്ടി x = -b. വേണ്ടല്ലോ, ഇക്വേഷൻ വേണ്ടല്ലോ. -b ആണ്. ബിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ -1 ± √b² എന്ന് പറഞ്ഞാൽ 1² -4 × a എന്ന് പറഞ്ഞാൽ 1 ആണ്. c എന്ന് പറഞ്ഞാൽ -42 ആണ്.
2 ഇൻറ്റു എ 2 ഇൻറ്റു 1 ആയിട്ട് മാറുന്നു. ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് √1² 1 ആണ്. -4 ഇൻറ്റു യെസ് ഇവിടെ നോക്കണേ -4 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -4 ആണ് ഇൻറ്റു -42. -4 ഇൻറ്റു -42 മൈനസും മൈനസും പോയി 4 ഇൻറ്റു 42 എന്ന് പറഞ്ഞാൽ പ്ലസ് 168 ആയിട്ട് മാറുന്നു. സോ പ്ലസ് 168 ബൈ 2 ഇൻറ്റു 1 2 തന്നെയാണ്. റെഡി. ഇനി എക്സിന് ഒന്നുകൂടി നോക്കാം നമുക്ക്. -1 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് 168 എന്ന് പറഞ്ഞാൽ 169 ആയിട്ട് മാറി. സന്തോഷമായില്ലേ? നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് കിട്ടിയത്. ബൈ 2 ഉണ്ട്, മാറിപ്പോരുതേ. എക്സ് is equal to -1 പ്ലസ് ഓർ മൈനസ് √169 എന്ന് പറഞ്ഞാൽ 13 ആണ് ബൈ 2 എന്ന് വന്നു. എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ട്. രണ്ട് വാല്യൂസ് കണ്ടെത്താൻ ഒന്നാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് is equal to -1 പ്ലസ് 13 ബൈ 2 ആണ്. രണ്ടാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാലോ എക്സ് is equal to -1 -13 ബൈ 2 ആണ്. ഇതാ ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്. ആദ്യം പ്ലസ് കൊടുത്തു, പിന്നെ മൈനസ് കൊടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ഈക്വൽ ടു -1 പ്ലസ് 13 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ആണ്. 12 ബൈ 2 ഈക്വൽ ടു 6 ആണ്. എക്സിന്റെ ഒരു വാല്യൂ എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. രണ്ടാമത്തെ വാല്യൂ കണ്ടെത്താൻ ഈക്വൽ ടു -1 -13 -14 ആണ്. -14 ബൈ 2 എന്ന് പറഞ്ഞാൽ -7 ആണ്. എക്സ് ഈക്വൽ ടു എന്ത് വന്നു? -7 വന്നു. അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് എക്സിന് കിട്ടി. ഈ രണ്ട് വാല്യൂസ് ശരിയാണ്. നിങ്ങൾ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിക്കേ. എക്സും എക്സിൻ്റെ സ്ക്വയറും ആഡ് ചെയ്താൽ 42 വരണം. സോ 6ഉം 6ൻ്റെ സ്ക്വയറും ആഡ് ചെയ്താൽ 6 പ്ലസ് 36 എന്ത് കിട്ടി? 42 കിട്ടി. റെഡി ആണല്ലോ. ഇനി അതേപോലെ ഇവിടെ നോക്കാം. -7ഉം -7ൻ്റെ സ്ക്വയറും ആഡ് ചെയ്താൽ എന്ത് വരണം? 47 വരണം. -7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്, പ്ലസ് 49 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്താൽ ഗെയിൻ എന്ത് വരുന്നു? 42 വരുന്നു. സോ രണ്ട് ആൻസറും എന്താണ്? ശരിയാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കേണ്ടത്? കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മക്കളെ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നമ്മുടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയും ചുറ്റളവും പരപ്പളവും വെച്ചുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻ. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താക്കാം? ചെയ്യാനും പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ എന്താ നോക്കാം. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെന്റിമീറ്റർ. റൈറ്റ് എ പെയർ ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ദ മെഷർ ഓഫ് ഇറ്റ് സൈഡ്സ്. ഒന്നുമില്ല, മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് ഒരു ചതുരുണ്ട്, അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 40 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പോസിബിൾ ആയിട്ട് വരുന്ന ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണ്? നീളവും വീതിയും എന്താണ്? അതിൻ്റെ ഒരു പെയർ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചെയ്താണ് പറയുന്നത്. വളരെ സിമ്പിൾ ആണ് മക്കളെ. നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു L പ്ലസ് ബി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 40 ആണ്. അങ്ങനെയാണെങ്കിൽ L പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? 20 ആയിരിക്കും. സോ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്താൽ 20 കിട്ടുന്ന രണ്ട് വാല്യൂസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ എന്താക്കുന്നു? L is equal to ഒരു 12 എന്നും B is equal to 8 എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണ്. ഇനിയും എക്സാമ്പിൾ എടുക്കാം. L is equal to 13 എന്നും B is equal to 7 ഇതും ഓക്കെയാണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്താൽ 20 വന്നാൽ മതി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 84 സെന്റിമീറ്റർ സ്ക്വയർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്. സോ ബി ക്വസ്റ്റ്യൻ പറയുന്നത് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്, മലയാളം മീഡിയം ഇവിടെ പറയുന്നത് കേട്ടോ. പെരിമീറ്റർ ഓർ ചുറ്റളവ് ഈക്വൽ ടു 40 സെന്റിമീറ്റർ. അതേപോലെ തന്നെ ഏരിയ പരപ്പളവ് ഇസ് ഈക്വൽ ടു 84 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ റെക്റ്റാങ്കിളിന്റെ ചതുരത്തിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്. നമുക്കറിയാം ചുറ്റളവ് പെരിമീറ്റർ 40 ആണെങ്കിൽ L പ്ലസ് ബി എന്ന് പറഞ്ഞാൽ L പ്ലസ് ബി ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ ആയിരിക്കും. റെഡിയാണ്? അത് ഓക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് രീതിയിൽ ഇവിടെ ആൻസർ കണ്ടെത്താം. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരിമീറ്റർ 40 കിട്ടി, എന്നിട്ട് L പ്ലസ് ബി 20 കിട്ടിയാൽ ഇതൊരു ഈവൻ നമ്പർ ആണെങ്കിൽ വളരെ സിമ്പിളാണ്. L is equal നമുക്ക് ഈ 20ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ 10 പ്ലസ് എക്സ് എന്നും ബി എന്ന് പറഞ്ഞാൽ 10 മൈനസ് എക്സ് എടുക്കാൻ പറ്റും. എപ്പോൾ മാത്രം L പ്ലസ് ബി ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ ആ ഈവൻ നമ്പർ ഇവിടെ 20 ആയതുകൊണ്ട് 20ന്റെ പകുതി എടുത്തിട്ട് അതിനോട് എക്സ് ആഡ് ചെയ്തു, അതാണ് ലെങ്ത്. അതേപോലെ അതിൻ്റെ പകുതി എടുത്തു, 10നോട് മൈനസ് എക്സ് എന്താക്കി കൊടുത്തു, എക്സ് എന്താക്കി മൈനസ് ചെയ്തു, അതാണ് എന്ത്? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങളോട് ഞാൻ കാര്യം ചോദിക്കുകയാണ്, ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്താൽ L പ്ലസ് ബി ചെയ്താൽ എന്താ വരുന്നത്? എഗെയിൻ 20 അല്ലേ വരുന്നത്? നോക്കിക്കേ, 10 പ്ലസ് 10 എന്തായിട്ട് മാറി? 20 ആയിട്ട് മാറി. എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആയി പോയി. സോ ആഡ് ചെയ്താൽ 20 കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ കൺവെൻഷണൽ മെത്തേഡ് ഉണ്ട്, ഞാൻ അതൊക്കെ ലാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ A മൈനസ് ബി ഇൻറ്റു A പ്ലസ് ബി ഈക്വൽ ടു A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലേക്ക് മാറ്റാൻ
മാറ്റാൻ വേണ്ടിയിട്ടോ. ഇനി നിങ്ങൾ നോക്കിക്കേ, എല്ലും ബി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി വേണ്ടത് എന്താണ്? എൽ ഇൻറ്റു ബി ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എൽ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 84 ആണ്. സോ എൽ ഇൻറ്റു ബി 84 ആയതുകൊണ്ട് ലെങ്ത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 + x എന്നും ബി ബ്രെഡ്ത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 - x ഉമാണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 10 + x ഇൻറ്റു 10 - x = 84. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു a + b ഇൻറ്റു a - b ഫോമിലായി മാറിയിട്ടുണ്ട്. a + b ഇൻറ്റു a - b എന്ന് പറഞ്ഞാൽ എന്താ? a + b ഇൻറ്റു a - b = a² - b² ആണ് നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് 10 ആണ് a, x ആണ് b, 10 ആണ് a, x ആണ് b. സോ 10² - x² = 84 ആയിട്ട് മാറുന്നു. അടുത്ത പേജ് പോകുന്നു. 10² എന്ന് പറഞ്ഞാൽ എന്താ? 10² എന്ന് പറഞ്ഞാൽ സാറേ നമുക്കറിയാവുന്ന കാര്യമല്ലേ, എത്രയാടാ? 100 ആണ്. -x² = 84. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ -x² ഇങ്ങോട്ടും 84 അങ്ങോട്ടും കൊണ്ടുപോയി. സോ 100 - 84 = x². 100 - 84 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 = x². x² = 16. അങ്ങനെയാണെങ്കിൽ x = ± √16. √16 സമാധാനമായില്ലേ? √16 എത്രയാണ്? 4 ആണ് വരിക. x = ± 4 കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടിയാൽ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിച്ചൂടെ? എന്താണ് ലെങ്ത് വരിക? L = 10 + x ഉം b = 10 - x ഉമാണ്. എക്സിന് നമുക്ക് 2 വാല്യൂ എടുക്കട്ടോ. ഇവിടെ 2 വാല്യൂ എടുത്താലും നമുക്ക് ആൻസർ സെയിം ആണ് കിട്ടുക. ലെങ്ത്തും ബ്രെഡ്ത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ. സോ എക്സിന് തൽക്കാലം ഞാൻ എന്താക്കുന്നു? +4 എടുക്കുന്നു. x = 4 ആയതുകൊണ്ട് ലെങ്ത് എന്തായിട്ട് മാറി? 10 + 4 = 14 സെന്റിമീറ്റർ എന്നും ബ്രെഡ്ത്ത് 10 - 4 = 6 സെന്റിമീറ്റർ എന്നും കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കേണ്ടത്? ഈ ക്വസ്റ്റ്യനിൽ ആൻസർ കണ്ടെത്തേണ്ടത്. ലെങ്ത് നീളം എന്ന് പറഞ്ഞാൽ 14 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് വീതി എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്ററുമാണ് വരിക. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് എന്താക്കാം? നമ്മൾ സാധാരണ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്, എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. എന്താണ് മെത്തേഡ്? ലെങ്ത്തിന് പകരം x കൊടുത്തു, ലെങ്ത് x കൊടുത്തു. അങ്ങനെയാണെങ്കിൽ b എന്തായിട്ട് മാറും? 20 - x ആയിട്ട് മാറും. സോ എക്സും 20 - x എന്താക്കുന്നു? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റി അതിൽ നിന്ന് നമ്മൾ എന്താക്കുന്നു? ഒന്നെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ -b ± √b² - 4ac/2 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഈവൻ നമ്പർ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓഡ് നമ്പർ ആണെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾ എന്താക്കേണ്ട? യൂസ് ചെയ്യേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലിന് പകരം എക്സും ബിക്ക് പകരം ഈ നമ്പർ -x കൊടുത്ത് എന്താക്കുക? നിങ്ങൾ കണ്ടുപിടിക്കുക. സോ ഡിയർ സ്റ്റുഡൻസ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. എക്സാമിന് എപ്പോഴും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കുകയാണ്? ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ എന്താക്കുക? ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. അടുത്ത ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോ കാണാം. അതുവരെ ബൈ.